ഹലോ, നമസ്കാരം. എല്ലാവർക്കും വെൽവിൻ റെക്കോർഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരള ജലഗതാഗത വകുപ്പിന്റെ ആലപ്പുഴ കോട്ടയം ബോട്ടിന്റെ വിശേഷങ്ങളാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ആഡംബര ബോട്ടോ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടോ നടത്തുന്ന ബോട്ട് സർവീസ് അല്ല. ആലപ്പുഴയിൽ നിന്നും ആരംഭിച്ച് കുട്ടനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടി സഞ്ചരിച്ച് കോട്ടയം കോടിമത ബോട്ട് ജെട്ടിയിൽ യാത്ര അവസാനിപ്പിക്കുന്ന ഒരു പാസഞ്ചർ ബോട്ട് സർവീസാണിത്. പാസഞ്ചർ ബോട്ട് ആയതുകൊണ്ട് തന്നെ ബോട്ടിനുള്ളിൽ ഭക്ഷണമോ വെള്ളമോ ഒന്നും ലഭ്യമല്ല. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി കയ്യിൽ കരുതി വേണം യാത്ര ചെയ്യുവാൻ. അങ്ങനെ 11 മണിയോടുകൂടി നമുക്ക് യാത്ര ചെയ്യുവാനുള്ള ബോട്ട് എത്തി. കടത്തുവഞ്ചിയൊക്കെ തുഴയുവാൻ ഉപയോഗിക്കുന്ന ഊന്നുകോൽ ഉപയോഗിച്ചാണ് ബോട്ട് തിരിച്ചിടുന്നത്. 11:30 ബോട്ട് പുറപ്പെടുന്നതെങ്കിലും ഇപ്പോഴേ യാത്രക്കാർ ബോട്ടിലേക്ക് പ്രവേശിച്ചു തുടങ്ങി. നമ്മുടെ KSRTC ബസ്സുകളെ ഓർമ്മപ്പെടുത്തും വിധമാണ് ബോട്ടിൻ്റെ സീറ്റുകളും ഉൾവശവുമെല്ലാം. പാസഞ്ചേഴ്സിന് വേണ്ട ലൈഫ് ജാക്കറ്റുകളും മറ്റു സേഫ്റ്റി ഉപകരണങ്ങളും എല്ലാം ബോട്ടിൽ ക്രമീകരിച്ചിട്ടുണ്ട്. രാവിലെ 7:15, 9:35, 11:30 കൂടാതെ ഉച്ചതിരിഞ്ഞ് 2:30, 5:15 ഇവിടെ നിന്ന് കോട്ടയത്തേക്ക് ബോട്ട് സർവീസ് ഉണ്ട്. ഈ കാണുന്ന ബോട്ടാണ് വേഗ 2 ആഡംബര ബോട്ട്. ആലപ്പുഴ, കുമരകം, പാതിരാമണൽ ഒക്കെ പോയി തിരിച്ച് ആലപ്പുഴയിൽ എത്തുന്ന വിനോദസഞ്ചാരികളെ മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരു സ്പെഷ്യൽ ആഡംബര ബോട്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. അങ്ങനെ 11:30 തന്നെ നമ്മുടെ ബോട്ട് യാത്ര ആരംഭിച്ചു. 28 രൂപ മാത്രമാണ് ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്കുള്ള ടിക്കറ്റ് നിരക്ക്. ബോട്ട് ജെട്ടിയിൽ നിന്നും ഒരു കനാലിലൂടെ സഞ്ചരിച്ച് വേണം കായലിലേക്ക് പ്രവേശിക്കുവാൻ. കനാലിൻ്റെ ഇരുവശങ്ങളിലും സഞ്ചാരികളെ പ്രതീക്ഷിച്ച് കിടക്കുന്ന ചെറുതും വലുതുമായ നിരവധി ബോട്ടുകളും ഷിക്കാരി ബോട്ടുകളും ഹൗസ് ബോട്ടുകളും ഒക്കെ ഇവിടെ കാണാം. സ്വകാര്യ വ്യക്തികളുടെയും ടൂർ പാക്കേജുകളൊക്കെ നടത്തുന്ന ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും ഉടമസ്ഥതയിലുള്ളവയാണ് ഇവയിൽ ഏറെയും. യാത്രക്കാരിലേറെയും നിത്യവും ബോട്ട് യാത്ര ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു. നമുക്ക് ബസ് യാത്ര പോലെയാണല്ലോ ഇവിടെയുള്ളവർക്ക് ബോട്ട് യാത്ര. അങ്ങനെ നമ്മൾ കായലിലേക്ക് പ്രവേശിച്ചു. ഇവിടെയാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പ്രധാന പവലിയനും ഫിനിഷിംഗ് പോയിന്റും. കായലിനെ കീറി മുറിച്ചുകൊണ്ടുള്ള ബോട്ടിൻ്റെ കുതിപ്പ് ഒരു ഹരം തന്നെ. എങ്ങും എവിടെയും വിനോദസഞ്ചാരികളും ഹൗസ് ബോട്ടുകളും മാത്രം. കായൽ പരപ്പിലൂടെയുള്ള അവയുടെ സഞ്ചാരം കൗതുകവും ഒപ്പം കണ്ണിന് കുളിർമയും നൽകുന്നു.
കരയിൽ അങ്ങിങ്ങായി ഹോട്ടലുകളും റിസോർട്ടുകളും ഹോം സ്റ്റേയും അവിടുത്തെ നിവാസികളെയും കാണാൻ കഴിയും. ടൂറിസം മേഖലയിൽ ആലപ്പുഴയുടെ ചിത്രം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഈ കാഴ്ചകളിലൂടെ മനസ്സിലാക്കാം. ചെറിയ ഒരു ക്ഷേത്രവും കാൽനടക്കാർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന രീതിയിലുള്ള ഒരു മേൽപ്പാലവും കടന്ന് ബോട്ട് വീണ്ടും മുൻപോട്ട് ഒഴുകി നീങ്ങി. ഇരുചക്ര വാഹനങ്ങളുടെ അതിപ്രസരം ഉണ്ടാകുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് 80കളിലും 90കളിലുമുള്ള ബസ് യാത്രകളെ ഓർമ്മപ്പെടുത്താൻ കൂടിയായിരുന്നു ഈ യാത്ര. യാത്രയിൽ ഉടനീളം കായലിൻ്റെ ഇരുവശങ്ങളിലും ബോട്ട് നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നു. ഈ യാത്രയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും ശ്രദ്ധിച്ചതും യാത്രക്കാരും ബോട്ട് ജീവനക്കാരും തമ്മിലുള്ള സൗഹൃദമാണ്. ഒരു ചെറു പുഞ്ചിരിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആ ബന്ധമെന്ന് മനസ്സിലാവും. ഓരോ തുരുത്തിലെത്തുമ്പോഴും നിറപുഞ്ചിരിയോടെ നടന്നടുക്കുകയും അകലുകയും ചെയ്യുന്ന ഒട്ടേറെ മുഖങ്ങൾ. ഇതൊക്കെ കണ്ടിട്ടാവാം ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത്. കുട്ടനാടിന് ഒഴിച്ചുകൂടാൻ ആവാത്ത ഒന്നാണ് ഈ പാർക്ക് ചെയ്തിരിക്കുന്നവ. കുട്ടനാടിൻ്റെ ആക്റ്റീവ. ഇവരുടെ നിത്യജീവിതത്തിൽ ചെറുവള്ളങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. എല്ലാ വീടുകളിലും എന്താവശ്യത്തിനും ഒരു വള്ളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഇത് വിജയൻ ചേട്ടൻ, കോട്ടയം നിവാസിയാണ്. ആലപ്പുഴയിൽ നിന്നും എന്നോടൊപ്പം യാത്രയിൽ ചേർന്നതാണ്. സ്ഥിരം യാത്രികനല്ലെങ്കിലും ഈ ആലപ്പുഴ കോട്ടയം ബോട്ട് യാത്ര നിരവധി തവണ യാത്ര ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരുപാട് യാത്രാ അനുഭവങ്ങൾ പങ്കുവച്ച ഒരു നല്ല വ്യക്തിത്വം കൂടിയാണ് വിജയൻ ചേട്ടൻ. ഇരു
ഇരുകരകളിലുമായി വളരെ സജീവമായി പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റുകളും കഫേകളും ഗ്രോസറികളും മസാജ് സെൻ്ററുകളും വരെ കാണാൻ കഴിയും. ഇവയ്ക്ക് പുറമെ ജലമാർഗം സഞ്ചരിക്കുന്ന നിത്യ ഉപയോഗ സാധനങ്ങളുടെ കച്ചവടക്കാരും ഇവിടുത്തെ നിറസാന്നിധ്യമാണ്. നഗരങ്ങളിലെ തിക്കും തിരക്കും ശബ്ദ കോലാഹലങ്ങളും ഗതാഗത കുരുക്കും ഒന്നുമില്ലാതെ ഒരു പുതിയ ലോകത്ത് എത്തിപ്പെട്ടതുപോലെയുള്ള അനുഭവമാണ് ഈ ബോട്ട് യാത്ര നമുക്ക് നൽകുന്നത്. കായൽ പരപ്പിലെ ചെറു ഓളങ്ങളുടെ സംഗീതവും ഒഴുകിയെത്തുന്ന ഇളം കുളിർക്കാറ്റും അതിൻ്റെ മാറ്റു കൂട്ടുന്നു. ഇതാണ് ബോട്ടിൻ്റെ എൻജിൻ ബേ. ഇത് ബോട്ട് ഡ്രൈവറും. ചൂടായി നിൽക്കുന്ന എൻജിനെ തണുപ്പിച്ച ശേഷം ചൂടുവെള്ളം പുറത്തേക്ക് തള്ളുന്ന വാട്ടർ ഔട്ട്ലെറ്റാണ് ഈ കാണുന്നത്. അശോക് ലൈലാൻഡിൻ്റെ H സീരീസ് ഡീസൽ എൻജിനാണ് ബോട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന ഈ പാടശേഖരങ്ങളാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാടിൻ്റെ വശ്യചാരുതയും മുഖമുദ്രയും. നമുക്കെല്ലാം അന്നം തരുന്ന നമ്മുടെ സ്വന്തം കുട്ടനാട്. നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ബോട്ട് ചാലിനേക്കാൾ വളരെ താഴ്ന്നാണ് കൃഷിയിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. എങ്ങും എവിടെയും നെൽകൃഷിയും മറ്റു കൃഷിയിടങ്ങളും മാത്രം. പിന്നെ അവയെ പരിപാലിക്കുന്ന കുട്ടനാടൻ ജനതയെയും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരാൾ യജമാനനെയും പ്രതീക്ഷിച്ചു വന്നതാണെന്ന് തോന്നുന്നു. ഇതിനിടയിൽ വിജയൻ ചേട്ടന് പുതിയ സുഹൃത്തുക്കളൊക്കെ ആയി കേട്ടോ. ഇതൊരു ഹോട്ടലാണ്. ആവശ്യക്കാർക്ക് പാഴ്സൽ വാങ്ങി വരാം. അധിക സമയം അവിടെ സ്റ്റോപ്പ് ഇല്ലെങ്കിലും ബോട്ട് ജീവനക്കാരോട് ആവശ്യപ്പെട്ടാൽ ഒന്ന് പോയി വാങ്ങി വരുന്ന സമയം വരെ നിർത്തിത്തരും. ഇവിടെ മുതൽ കൂടുതൽ ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ്. ബോട്ട് ചാലിൻ്റെ വീതിയും വളരെ കുറവാണ്. നാഗരികതയുടെ കാപട്യങ്ങളില്ലാത്ത ഗ്രാമവാസികളുടെ നിഷ്കളങ്ക മുഖങ്ങളാണ് എവിടെയും.
ബോട്ടിൽ മൊത്തം 5 സ്റ്റാഫുകളാണ് ഉള്ളത്. ബോട്ട് ഡ്രൈവർ, സ്രാങ്ക്, ബോട്ട് മാസ്റ്റർ കൂടാതെ 2 ലസ്കേഴ്സ്. ദേ നമ്മുടെ വിജയൻ ചേട്ടൻ പുറം കാഴ്ചകളൊക്കെ കണ്ട് മതിമറന്നിരിക്കുകയാണ്. ഇവിടെ പലയിടത്തും ഇതുപോലെയുള്ള മേൽപ്പാലങ്ങൾ കാണാൻ കഴിയും. ബോട്ടുകൾ കടന്നു പോയതിനു ശേഷം താഴ്ത്താവുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. അങ്ങനെ നമ്മൾ കോട്ടയം കോടിമത ബോട്ട് ജെട്ടിയിൽ എത്തി. ഇപ്പോൾ സമയം 2:15 യാത്രയുടെ അവസാനം. ബോട്ടിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്തായാലും അതിമനോഹരമായിരുന്നു ഈ ബോട്ട് യാത്ര. സമയവും സാഹചര്യവുമുള്ള എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്ന് റീഫ്രഷ് ചെയ്യേണ്ടവർക്ക് കഫേകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഈ ബോട്ട് ജെട്ടിയുടെ പരിസരത്ത് തന്നെയുണ്ട്. ബോട്ട് ജെട്ടിയിൽ നിന്നും ഒരു 2 മിനിറ്റ് നടന്നാൽ കോടിമത ബസ് സ്റ്റോപ്പിലെത്താം. ഇവിടെ നിന്നും തിരുവല്ല, തിരുവനന്തപുരം സൈഡിലേക്കും കോട്ടയം, എറണാകുളം ഭാഗത്തേക്കുമുള്ള ബസ്സുകൾ ലഭിക്കും. ഏവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.